നമസ്കാരം. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലെ ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കുടിപ്പള്ളിക്കുടങ്ങൾ കേരളത്തിൽ ആരംഭിച്ച ചരിത്രമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസം നൽകിയിരുന്ന സ്ഥാപനങ്ങളായിരുന്നു കുടിപ്പള്ളിക്കുടങ്ങൾ. വിദേശ മിഷണറിമാരുടെ വരവിനോടുകൂടി അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ആരംഭിച്ച ഈ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ വലിയ പഴക്കമുണ്ട്. ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സ്കൂളുകളിൽ നിന്നും അവയുടെ സ്വഭാവത്തിൽ നിന്നും പ്രവർത്തന രീതിയിൽ നിന്നും പല വ്യത്യാസങ്ങളും പഴയ കുടിപ്പള്ളിക്കുടങ്ങൾക്കുണ്ട്. സർക്കാരിൻ്റെയോ ഏതെങ്കിലും സംഘടനകളുടെയോ സ്വകാര്യ വ്യക്തികളുടെയോ ഉടമസ്ഥതയിലുള്ളവയാണല്ലോ ഇന്നത്തെ വിദ്യാലയങ്ങൾ. ഇത്തരം പ്രത്യേക ഉടമസ്ഥതയൊന്നും കുടിപ്പള്ളിക്കുടങ്ങളുടെ കാര്യത്തിൽ പറയാനില്ല. കുട്ടികളുടെ അഥവാ സാമാന്യ ജനങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് കുടിപ്പള്ളിക്കുടങ്ങൾ അനേക നൂറ്റാണ്ടുകാലം കേരളത്തിൽ നിലനിന്നു പോന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ പോലും തിരുവിതാംകൂറിൽ 1300 കുടിപ്പള്ളിക്കുടങ്ങളുണ്ടായിരുന്നു. ഓരോ ഗ്രാമത്തിലും മിക്കവാറും ഒരു കുടിപ്പള്ളിക്കുടമുണ്ടായിരുന്നു. ചില ഗ്രാമങ്ങളിൽ ഒന്നിലേറെ ഉണ്ടാകും. പുറമേ നിന്ന് ആരുടെയും സഹായമില്ലാതെയാണ് കുടിപ്പള്ളിക്കുടങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. കുടിപ്പള്ളിക്കുടത്തിലെ അധ്യാപകനെ ആശാൻ എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. ഒരു പള്ളിക്കൂടത്തിൽ ഒരു ആശാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവിധ നിലവാരമുള്ള കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് ആശാനായിരുന്നു. ആശാന് സർക്കാരിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ ശമ്പളമോ ഗ്രാൻഡോ ലഭിച്ചിരുന്നില്ല. കുട്ടികളിൽ നിന്ന് ദക്ഷിണ എന്ന നിലയിൽ ലഭിച്ചിരുന്ന പ്രതിഫലത്തെ മാത്രം ആശ്രയിച്ചാണ് ആശാൻ ജീവിച്ചിരുന്നത്. ആശാന് ദക്ഷിണയും മറ്റു പതിവുകളും നൽകുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ കണിശമായ നിഷ്ഠ പാലിച്ചിരുന്നു. പണത്തേക്കാൾ ഏറെ നിത്യോപയോഗ വസ്തുക്കളായിരുന്നു പ്രതിഫലമായി നൽകിയിരുന്നത്. 5 വയസ്സിലാണ് കുട്ടികളെ എഴുത്തിനിരുത്തിയിരുന്നത്. കുട്ടിയെ എഴുത്തിനിരുത്താൻ ആശാനെ വീട്ടിൽ വരുത്തും. എഴുത്തിനിരുത്തൽ കർമ്മത്തോടനുബന്ധിച്ച് ആശാന് പ്രത്യേകമായ ദക്ഷിണ നൽകും. സദ്യ ഒരുക്കുകയും പതിവാണ്. അതുപോലെ കുടിപ്പള്ളിക്കൂടത്തിൽ ചേർന്ന കുട്ടി ഓരോ വിഷയവും പഠിച്ചു കഴിയുമ്പോൾ ആശാന് പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്ന പതിവുണ്ട്. ഓണം, വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും ആശാന് രക്ഷിതാക്കളിൽ നിന്ന് സമ്മാനം ലഭിക്കും. ജനകീയ സ്ഥാപനങ്ങളായ കുടിപ്പള്ളിക്കുടങ്ങൾ വലിയ കെട്ടിടമോ മറ്റ് സജ്ജീകരണങ്ങളോ ആയിരുന്നില്ല. തെങ്ങോലയും മുളയും ഉപയോഗിച്ച് തറ തല്ലിയൊരുക്കി ചാണകം മെഴുകിയുണ്ടാക്കിയ താൽക്കാലിക ഷെഡുകളായിരുന്നു എഴുത്തുപള്ളികൾ അഥവാ കുടിപ്പള്ളിക്കുടങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. 5 വയസ്സ് മുതൽ പല പ്രായത്തിലുള്ള കുട്ടികൾ ഒരു എഴുത്തുപള്ളിയിലുണ്ടായിരിക്കും. തറയിൽ ചെറിയ പായിട്ട് കുട്ടികൾ വരിവരിയായിരിക്കും. പല നിലവാരത്തിലുള്ള കുട്ടികൾ ഒരേ ആശാന്റെ കീഴിൽ ഒരുമിച്ചാണ് പഠനം നടത്തിയിരുന്നത്. നിലത്തെഴുത്തു മുതൽക്കാണ് പഠനം ആരംഭിക്കുക. മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന പൊടിമണലിൽ ആദ്യം വിരൽ കൊണ്ടും പിന്നീട് ചെറിയ മരക്കമ്പ് കൊണ്ടും എഴുതിയാണ് കുട്ടികൾ അക്ഷരം പഠിച്ചിരുന്നത്. കുട്ടികൾക്ക് ഇരിക്കുന്നതിന് ചെറിയ പായ ഉണ്ടായിരുന്നു. ആശാൻ ചൊല്ലിക്കൊടുക്കുന്ന പാഠങ്ങൾ കുട്ടികൾ ഉച്ചത്തിൽ ഉരുവിട്ട് പഠിക്കണം. കുടിപ്പള്ളിക്കൂടത്തിലെ കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് ഉച്ചത്തിൽ പാഠങ്ങൾ ചൊല്ലിക്കേൾപ്പിക്കും. ഇതാണ് ചട്ടം. നിലത്തെഴുത്തു കഴിഞ്ഞാൽ പിന്നെ എഴുത്താണി ഉപയോഗിച്ച് ഓലയിൽ എഴുതി തുടങ്ങും. അക്ഷരമാലയും കൂട്ടിവായനയും കണക്കും പരിശീലിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, നീതിശാസ്ത്രം എന്നിങ്ങനെ നിത്യജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ കുട്ടികൾക്ക് സാമാന്യമായ പരിശീലനം അന്നു നൽകിയിരുന്നു. തുടർന്ന് പല കീർത്തനങ്ങൾ, പല കാവ്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും. 10 വയസ്സാകുമ്പോഴേക്കും കുട്ടികളുടെ കുടിപ്പള്ളിക്കൂടത്തിലെ വിദ്യാഭ്യാസം പൂർത്തിയാകും. മാതൃഭാഷയിൽ നടത്തുന്ന ഒരു സാമാന്യ വിദ്യാഭ്യാസ പദ്ധതി എന്ന നിലയിൽ എഴുത്തുപള്ളി അതായത് കുടിപ്പള്ളിക്കൂടം വിദ്യാഭ്യാസത്തിന് പല നല്ല ഗുണങ്ങളും ഉണ്ടായിരുന്നു. സർക്കാർ ഖജനാവിൽ നിന്ന് ഈ പൊതുപരിപാടിക്ക്
യാതൊരു ചെലവും ആവശ്യമായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ. കുടിപ്പള്ളിക്കൂടം അഥവാ എഴുത്തുപള്ളി എന്നറിയപ്പെടുന്ന ഈ പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെപ്പറ്റി ഒരു ചെറിയ വരെ നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.